നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾ നിരന്തരമായി നിങ്ങളെ യൂസ് ചെയ്യുകയും നിങ്ങൾ അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നു അവര് ഒരു വിക്ടിമാണെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്തേ, ദോസ് ആർ ന്യൂ ഹിയർ, ഐ എം ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാസ്ലൈറ്റോപ്പിയാണ്. ഗ്യാസ്ലൈറ്റോപ്പിയ വളരെ പുതിയതായിട്ടൊരു ടേമാണ്. വേണമെങ്കിൽ നമുക്കൊരു ജെൻസി ടേം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് എൻ്റെ തെറാപ്പി റൂമിനകത്ത് വന്നിരിക്കുന്ന ചില പാറ്റേൺ ഓഫ് ബിഹേവിയർ ഓഫ് എ നാർസിസിസ്റ്റ്. ഇത് എവിടെ ഉൾക്കൊള്ളിക്കുന്നത് എനിക്കും ഒരു സംശയമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ടേമാണ്. അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്യാസ്ലൈറ്റോപ്പിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ഈ ഗ്യാസ്ലൈറ്റോപ്പിയ എന്താണെന്നും ഇങ്ങനെയുള്ള ആളുകളെ സാധാരണ നമ്മളിവിടെ കാണാൻ സാധ്യതയുണ്ടെന്നും അവരെങ്ങനെയാണ് ഈ കാര്യം ചെയ്യുന്നത്, അവരുടെ മോഡസ് ഓപ്പറാണ്ടിയും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. പലപ്പോഴും എൻ്റെ തെറാപ്പി റൂമിൽ പലപ്പോഴും പല ബിഹേവിയേഴ്സ് ആളുകൾ ഇങ്ങനെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചില ബിഹേവിയേഴ്സ് നമുക്ക് ഏത് കാറ്റഗറി കൊണ്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ചിലത് വേറിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനൊരു പെർട്ടിക്കുലർ കാറ്റഗറി കൊടുക്കാൻ പറ്റാതെ നമ്മൾ ഓരോന്നിനകത്തേക്ക് നമ്മളിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഏതാണ്, അതിനോട് യോജിക്കുന്നില്ല, അല്ല അവർ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൻ്റെ കീഴിൽ വരുന്നില്ല, കാറ്റഗറിയുടെ കീഴിൽ വരുന്നില്ല എന്നുള്ളത് നമുക്ക് വരും. അങ്ങനെ വന്ന ഒരു ബിഹേവിയർ, പെർട്ടിക്കുലർ നാർസിസിസ്റ്റിക് ബിഹേവിയർ ആണ് ഇപ്പോൾ ഈ ഗ്യാസ്ലൈറ്റോപ്പിയ എന്നുള്ളതിൻ്റെ കീഴിൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ജെൻസി ടേം ആയിരിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ടേമാണിത്. ഗ്യാസ്ലൈറ്റോപ്പിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസ് ഒരു ഉട്ടോപ്പിയൻ വേൾഡിൽ കയറിയിരിക്കുകയാണ്. അതായത് ആ ഉട്ടോപ്യൻ വേൾഡിൽ കയറി ഇരുന്നു കൊണ്ട് അതിനെ ബേസ് ചെയ്ത് നമ്മളെ ഗ്യാസ്ലൈറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് വിക്ടിമിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണിത്. അവിടെ നാർസിസ് കയറിയിരിക്കുന്ന ഉട്ടോപ്യൻ വേൾഡ് എന്ന് പറയുന്നത് അവരാണ് വിക്ടിം. അതിനകത്ത് ആ വ്യക്തി ചിന്തിക്കുകയാണ്, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ചിന്തിക്കുന്നത് അയാളാണ് ഇവിടുത്തെ വിക്ടിം. ഇവിടുത്തെ വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശരിക്കും വിശ്വസിക്കുകയാണ് അയാളാണ് വിക്ടിം. അതായത് നമ്മൾ പറയും വിക്ടിം പ്ലേയിങ് നാർസിസിസ്റ്റ് എന്ന് പറയും. അതിനകത്ത് അയാൾ കറക്റ്റായിട്ട് ക്രാഫ്റ്റ് ചെയ്യുകയാണ്, ഞാനൊരു വിക്ടിമാണെന്ന് ഞാനത് ഒരു മാക്കിയവലിനിസ്റ്റ് വേയിലൂടെ അങ്ങനെ വിശ്വസിപ്പിച്ച് അവിടുന്ന് നമുക്ക് നമ്മുടെ വിക്ടിംസിനെ കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം വലിഡേഷനും സപ്പോർട്ടും എല്ലാം എടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഗ്യാസ്ട്രോട്ടോപ്പിയയിൽ എന്താ ചെയ്യുന്നത്, വിക്ടിമാണ് ഞാനെന്നുള്ളത് നാർസിസിസ്റ്റ് ട്രൂലി ബിലീവ് ചെയ്യാണ്. ശരിക്കും അവരങ്ങനെയാണ്. അവരുടെ ആ സോപ്പ് സ്റ്റോറിയിൽ നമ്മളോട് പറയുമ്പോൾ, വളരെ വിഷമിച്ച് പറയുമ്പോൾ നമ്മൾ പോലും അങ്ങ് വിശ്വസിച്ച്, നമുക്ക് തന്നെ ആ ഫീലിംഗ് വരും, നമ്മളങ്ങ് വിശ്വസിച്ച് പോവുകയാണ് യു ശരിക്കും വിക്ടിമാണ്. ആൻഡ് ട്രൂലി ദ നാർസിസിസ്റ്റ് ബിലീവ്സ് ദാറ്റ് ഐ എം എ വിക്ടിം. എന്നിട്ട് ആ വേൾഡിലാണ് അവർ ജീവിക്കുന്നത്. ആ വേൾഡിൽ നിന്ന് അവർ പുറത്ത് വരത്തില്ല. അപ്പോൾ ഇത് സാധാരണ നമ്മളൊരു കോവേർട്ടിലാണ് വിക്ടിം പ്ലേയിങ് മെയിൻ ആയിട്ട് കാണുന്നത്, ഒരു കോവേർട്ടിലാണ്. പക്ഷെ ഇവര് മോസ്റ്റ്ലി ഓവേർട്ടായിരിക്കും. ഇവർ പറയും ഞാൻ വിക്ടിമാണ്, എനിക്ക് ഭയങ്കര വിഷമാണ്, എനിക്ക് അങ്ങനെയായി ഇങ്ങനെയായി എല്ലാ കാര്യങ്ങളും ഇവർ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ചെറിയ ചെറിയ ഇൻസിഡൻസിൽ പോലും ഇവർ വിക്ടിമായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും, ജെന്യുവിൻലി ഫീൽ ചെയ്യും ഇവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കാറ്റഗറി നമുക്ക് വിക്ടിം പ്ലേയിങ് നാർസിസിസ്റ്റ് ഒന്നും ആക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ജെനുവിൻലി ഫീൽ ചെയ്യാണ് ഇവരാണ് വിക്ടിം എന്ന്. ഇവർ വിശ്വസിക്കുന്നത് ഇവരൊരു വിക്ടിം ഓഫ് ചാൻസ് അല്ലെങ്കിൽ പീപ്പിൾ ആണെന്നാണ് വിചാരിക്കുന്നത്. അതായത് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം, നിർഭാഗ്യം, അങ്ങനെ എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ നിർഭാഗ്യമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചാൻസ് കൺട്രോളിൽ അതുമൂലം ഞാനൊരു വിക്ടിമായി തീർന്നു, അല്ലെ മറ്റു മനുഷ്യർ എന്നെ വിക്ടിമാക്കി, അങ്ങനെയാണ് മറ്റ് മനുഷ്യരുടെ അബ്യൂസിൽ നിന്ന് എനിക്ക് ഞാനൊരു വിക്ടിമായി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, അങ്ങനെയാണ് ഇവരത് വിശ്വസിക്കുന്നത്. ഇനി ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ വീടുകളിൽ കാണാം, നമ്മുടെ ഓഫീസുകളിൽ കാണാം, നമ്മുടെ സോഷ്യൽ സെനാരിയോസിൽ കാണാം, എവ്രിവെയർ നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഇവരെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ശരിക്കും ചിന്തിക്കുന്നത് ഇവരാണ് ട്രൂ ആയിട്ട് സഫറേഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിക്ടിമിനെ നല്ല സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. എങ്ങനെയാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മുടെ ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ പറയുമ്പോൾ അവർക്കിങ്ങനെ പലരോട് പറയുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈ ഓവറായിട്ടുള്ള ലൂസ് എമ്പതി ഉണ്ടാവും. ലൂസ് എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി ഇമോഷണൽ എമ്പതി, അതായത് നമ്മൾ ഡിസ്ഫങ്ഷണൽ എമ്പതി എന്നാണ് പറയുന്നത്. അവർക്ക് ആ ലൂസ് എമ്പതിയിൽ നിന്ന് അവർക്ക് ഇവരോട് ഭയങ്കരമായിട്ടുള്ള സോറി ഫീലിംഗ് വരും. ആ വ്യക്തിക്ക് തോന്നും, ഓ ഈ വിക്ടിം അനുഭവിക്കുന്നതെല്ലാം എനിക്കിപ്പോൾ അങ്ങോട്ട് ഫീൽ ചെയ്യുകയാണ്, എന്നിൽ കഷ്ടമുണ്ട്, എനിക്ക് ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ സോപ്പ് സ്റ്റോറിയിൽ നമ്മളും ഒരു അംഗമാകുന്നത് പോലെ വന്ന് വി ആർ ഓൾവേസ് റെഡി ടു ഡൂ സംതിങ് ഫോർ ദ
വിക്ടിം ഈ വിക്ടിമായിട്ടുള്ള നാർസിസിസ്റ്റ്, വിക്ടിം പ്ലേയിങ് അല്ല, വിക്ടിമായിട്ടുള്ള നാർസിസിസ്റ്റ് വിക്ടിമാന്ന് പറയുമ്പോൾ അവർക്ക് സഹായിക്കാൻ നമുക്ക് ഒരു ഒബ്ലിഗേഷൻ, വി ഫീൽ വി ആർ ഒബ്ലൈസ്ഡ് ടു ഹെൽപ്പ് ദം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെ എപ്പോഴും ലൂസ് എമ്പതിയുള്ള ഒരാളെ പിടിക്കത്തുള്ളൂ, അല്ലാത്തവരെ ഒരിക്കലും അവർ പിടിക്കില്ല. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ തന്നെ ഇവര് എപ്പോഴും ഒരു വിക്ടിം അല്ല ഇവർക്കുണ്ടാകുക, ഇവർക്ക് ഒന്നിൽ കൂടുതൽ വിക്ടിംസിനെ വേണം. എങ്കിൽ ഇവർക്ക് ശരിക്കും ഇവരുടെ ആ സോപ്പ് സ്റ്റോറീസിൽ നമുക്ക് നമ്മുടെ ഫീലിങ്ങിനെ വാലിഡേറ്റ് ചെയ്ത് ഹെൽപ്പ് നമുക്ക് സീക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് മിനിമം 2 എനിക്ക് എപ്പോഴും വേണം. അപ്പോൾ അവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് വന്നിട്ട് ചില കഥകൾ പറയും. അങ്ങനെ വന്നിട്ട് നമ്മൾ ആ കഥകൾ പറയുമ്പോൾ തന്നെ നമ്മളോട് ഇങ്ങനെ ഭയങ്കര പറയും, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിക്ടിം ആയിട്ടുള്ള സ്റ്റോറീസ് പറയുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായിട്ടൊരു സോറി ഫീലിംഗ് തോന്നും. അപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ സാധനം നമ്മൾ വേറൊരാളോടും പറഞ്ഞ് അങ്ങനെ ഇവരിങ്ങനെ 2-3 പേരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പം ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് നമ്മളോട് സഹായിക്കാനോ നമ്മുടെ ഫീലിങ്ങിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവർ ബിസി, അവർക്ക് എന്തെങ്കിലും കാര്യം അവർക്ക് അടുത്ത ആൾ വേണം. അടുത്ത ആളെടുത്ത് പോയി, ഞാൻ മറ്റടുത്ത് പോയപ്പോൾ എനിക്ക് അവർ ഭയങ്കര ബിസി ആയിരുന്നു, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് ഭയങ്കര വിഷമായി പോയി. അപ്പോൾ ഇവർ ആ കഥ കേൾക്കും. അപ്പോൾ ഇവരെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലെറ്റ്സ് ടേക്ക് വൺ എക്സാമ്പിൾ. അവരെപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തൊരു കാര്യം വന്ന് ഇങ്ങനെ വളരെ വിഷമിച്ച് അവരുടെ വിക്ടിം സ്റ്റോറി പറയുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ നമ്മൾ പറയും, നീ എഴുന്നേറ്റ്, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ, എനിക്ക് തന്നെ വിഷമം തോന്നും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചായ കുടിക്കാം, വാ നമുക്കൊരു ചായ കുടിക്കാം, നമുക്കൊരു ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി. ഇവരെ നമ്മളിങ്ങനെ, അപ്പോൾ എന്നാ പറയും, ഫീലിംഗ് ഇങ്ങനെ വാലിഡേറ്റഡ് ആകുകയാണ്. ഞാൻ ആ വിക്ടിമായ കണ്ടോ, എന്നെ അവർ ഹെൽപ്പ് ചെയ്യുന്നു, എന്നെ വാലിഡേറ്റ് ചെയ്യുന്നു, എൻ്റെ ഫീലിങ്ങിനെ അവർ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ പോയിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യും. ഇനി ചില സമയത്ത് അവർ പറയും, ചിലപ്പോൾ അവരുടെ ലൈഫിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ട് വളരെ അവർ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, ഒന്നുമില്ലെങ്കിൽ അവർ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ടോർച്ചറിനെ പറ്റി പറയും, അല്ലെങ്കിൽ ഭാര്യയുടെ ടോർച്ചറിനെ പറ്റി പറയും, അല്ലെങ്കിൽ പണ്ട് മുതലേ ഞാൻ അനുഭവിച്ചു വരുന്ന പല കാര്യങ്ങളെ പറ്റി പറയും, വർക്ക് പ്ലേസിലുണ്ടായ ഒരു ഇഷ്യൂസിനെ പറ്റിയും അവർ പറയും, എനിക്ക് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കണം, എങ്ങോട്ടെങ്കിലും എനിക്ക് പറ്റുന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് അവരിങ്ങനെ നമ്മളോട് ഇതിങ്ങനെ പറഞ്ഞ് നമ്മളൂടെ അതിൽ ഭാഗമായി അവരെ ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ പറയും, എന്നാൽ നമുക്ക് 2 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കാം, ഞാനും വരാം, നമുക്ക് പോകാം എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 2 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയോ എന്തെങ്കിലും ചെയ്യും. അതല്ലെങ്കിൽ നമ്മളൊരു മൂവിക്ക് പോവുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പറയാം നമുക്ക് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം, ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് മോളിലൂടെ നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, താൻ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ, അപ്പം നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ സൈഡിൽ നിന്ന് പോകുന്നത് നമ്മുടെ ധനനഷ്ടം, നമ്മുടെ ടൈം നഷ്ടം, അപ്പോൾ അങ്ങനെ നമ്മുടെ പല റിസോഴ്സസും നഷ്ടമാണ്, നമ്മുടെ പല ജോലികളും മാറ്റി വെച്ചിട്ടായിരുന്നു നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇനി എന്തുകൊണ്ടാണ് ഇവർ വേറൊരാളെ വെക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ട്രയാങ്കുലേഷൻ ഇവർ ചിലപ്പോൾ നടത്താനുള്ള സാധ്യത വളരെയേറെയുണ്ട്. ട്രയാങ്കുലേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ നമ്മളോട് വന്ന് ഈ സ്റ്റോറീസ് ഒക്കെ പറയും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളായിട്ട് വന്നിട്ടാണ് നമ്മൾ പറയുന്നത്, ഓ എനിക്ക് ഇങ്ങനെ പ്രയാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ്, എപ്പോഴും ഇതാണല്ലോ, ഞാൻ എന്താ ഇപ്പം ചെയ്യുക, എനിക്ക് ഇപ്രാവശ്യം വരാൻ പറ്റില്ലടൂ, എനിക്ക് വേറെ അർജൻറ്റായിട്ടൊരു കാര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഇതേ സാധനം മറ്റേ ആളുണ്ടല്ലോ, മറ്റേ വിക്ടിം, അവിടെ ചെന്നിട്ട് പറയും, ഞാൻ അവളോട് പറഞ്ഞു എന്താ ചെയ്യുക, അവൾക്ക് എൻ്റെ അടുത്തൊന്നും വരാനായിട്ട് നേരെ ഇല്ല എന്ന് പറഞ്ഞു, അവൾക്ക് എന്തോ ഇതായി, എനിക്ക് ഭയങ്കര വിഷമമായിടൂ എന്ന് പറയുമ്പോൾ മറ്റേ ആൾക്കൊരു ഗിൽട്ട്, അയ്യോ അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ റെഡിയാണ്, നമുക്ക് പോകാം, അവളെ വിട്ടേക്കൂ, ഞാൻ വരാം എന്ന് പറയും. അപ്പം അങ്ങനെ പോവും. എന്നിട്ട് ഇത് വന്നിട്ട് മറ്റേ ആളുണ്ടല്ലോ, ഈ രണ്ടാമത്തെ നമ്മൾ വിക്ടിം, അതായത് ഫസ്റ്റ് വിക്ടിമിന് പോകാൻ പറ്റില്ല, വിക്ടിം എന് പോകാൻ പറ്റിയില്ല, വിക്ടിം എ പറയും ഇങ്ങനെ തിരക്കുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല. അപ്പം വിക്ടിം ബി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്ടിം ബിയോട് പറയുമ്പോൾ വിക്ടിം ബിയും പോകും. പോയിട്ട് വന്നിട്ട് തിരിച്ച് വന്നിട്ട്, എന്നാലും അവൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിടൂ, ഞാൻ എന്ത് വിഷമിച്ചാണെന്നറിയാം അവളോട് പറഞ്ഞ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുന്ന ആ ബി വിക്ടിം എയോട് ചോദിക്കേണ്ടു, താനെന്താ അവിടെ പോവാൻ, അവൾക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ, താൻ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ തേണ്ട എക്ക് ഭയങ്കര ഗിൽട്ട്, അയ്യോ അങ്ങനെയായോ, ഇതെന്താ അങ്ങനെ, കഷ്ടമായി പോയോ, ഞാൻ പോകാത്ത, കണ്ടോ ഇവിടെ ഗിൽട്ടായി. അപ്പോൾ ഈ ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഇവിടെ നടക്കണ വീട്. അതുകൊണ്ടാണ് ഈ ഗ്യാസ് ലൈറ്റോപ്പിയ എന്ന് പറയുന്നത്, ഉട്ടോപ്പിയൻ വേൾഡ് ഓഫ് വിക്ടിം എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് നമ്മളിലേക്ക് വരുന്നതാണ്. ഇനി ഇതിനകത്ത് വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ 2, 3, 4 വിക്ടിംസ് ഇവർക്ക് ഒരുപോലെ ഉണ്ടാവും. ഇവർക്ക് ആ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഞാനൊരു വിക്ടിമാണ്, എന്നെ വാലിഡേറ്റ് ചെയ്യൂ, എന്നെ ഹെൽപ്പ് ചെയ്യൂ, എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ പറയുകയാണ്,
ഒരു കാര്യത്തിന് വേണ്ടി പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആ നോക്കട്ടെ ഞാൻ വരാവുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പം വേറൊരു വിക്ടിമിനെയും കൂടെ വയ്ക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരു വിക്ടിമിനെ കുറച്ച് ജലസി ഉണ്ടാക്കാനാണ്. അതായത് എൻ്റെ കൂടെ വരുമ്പോൾ 2 പേരെ അവർ കൊണ്ടുപോകും. 2 പേരെ കൊണ്ടുപോയിട്ട് നമ്മളോട് പറയുന്നത് നിന്നെ എനിക്ക് ഭയങ്കര, നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എനിക്ക് എല്ലാം ചെയ്തു തരുന്നത്, നീയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് മറ്റേ ആളെയും കൂടെ കൊണ്ടുപോയിട്ട് ഇവർ ഒരാളോട് കൂടുതൽ അടുപ്പം കാണിക്കും. ആ ട്രിപ്പിൽ കൂടുതൽ അടുപ്പം കാണിക്കും. മറ്റേ ആൾക്ക് നമ്മളെ നെഗ്ലക്റ്റഡ് ആയ പോലെ, നമ്മളെ റിജക്റ്റ് ചെയ്ത പോലെ, നമ്മളെ ഏലിനേറ്റ് ചെയ്ത പോലെ തോന്നും, നമ്മളിങ്ങനെ മാറ്റി നിർത്തപ്പെട്ട പോലെ തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും ശിവതെന്താ ഇങ്ങനെ എന്ന് പറയും. പക്ഷെ എന്നിട്ട് നമ്മളോട് പറയും, എടോ ഞാൻ ഇവിടെ ഒരു കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നത് പുള്ളിക്കാരത്തേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ, താനൊന്നും വിചാരിക്കുന്നത് താന് എനിക്ക് എപ്പോഴും താൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, നമ്മളെ വാക്കുകളിലൂടെ കുറച്ച് റീഅഷ്യൂറൻസ് തരും ഇവർ പലപ്പോഴും അങ്ങനെയാണ്. എന്നിട്ട് തിരിച്ചു വന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും താങ്ക് യൂടോ, എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ താൻ വന്നത്, താൻ എനിക്ക് എപ്പോഴും ലൈഫിൽ എപ്പോഴും താനൊരു വലിയ ഒരാളാന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ കുറച്ച് ഹൈ തരും. പക്ഷെ അന്നേരം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് തോന്നും ചേടാ ഞങ്ങൾ 2 പേരുടെ പോയി അയാളോടാണല്ലോ ഇവള് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച് എന്നോട് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതൊരു ഭയങ്കരമായിട്ട് നമുക്കിത് വരും. ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ കരയാൻ തുടങ്ങും. അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല, നീ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. എന്നിട്ട് ബാക്കിയുള്ള വിക്ടിം, അവർ ബി വിക്ടിം കാണും, സി വിക്ടിം കാണും, ഇവരെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. അവരോട് പറയും അവൾക്ക് എന്താ അങ്ങനെ ഫീൽ ചെയ്തെന്ന് അറിയത്തില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറയും. അപ്പോൾ ഇതുങ്ങളെല്ലാം കിടന്ന് ഇങ്ങനെ ഈ ഗിൽട്ടിലും അങ്ങോട്ടും ഇട്ടുള്ള ബ്ലെയിമിലും, നീ എന്തിനാ അങ്ങനെ ചെയ്ത്, ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കളിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ വിക്ടിം, ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഈ വിക്ടിം എന്ന് കരുതുന്ന നാർസിസിസ്റ്റിന് ഭയങ്കര വൈഡലേഷൻ ഫീലിംഗ് കിട്ടും. കാരണം എല്ലാവരുടെയും സെൻറ്റർ ആയിട്ടുള്ള ആ ഇമ്പോർട്ടൻ്റ് വ്യക്തി ഞാനാണ്. ഇനി ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അഥവാ ഇത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നുകയാണ് ഇവൾ എപ്പോഴും ഇങ്ങനെയാണ്. അതിനൊരു ഒരു കാര്യം ഞാൻ പറയാം, ഇവർ ചെയ്യുമ്പോൾ നമ്മളെ ഒരിക്കലും ഇങ്ങനെ യൂസ് ചെയ്യുന്ന രീതി മാത്രമല്ല അവർ ചെയ്യുന്നത്, അവർ നമുക്ക് ഹെൽപ്പും ചെയ്തു തരും കേട്ടോ. നമ്മുടെ കൂടെ വരും, ചിലപ്പോൾ നമുക്ക് വീട്ടിൽ വിളിച്ച് ഊണ് തരും. എന്നിട്ട് നമ്മളോട് പറയും എൻ്റെ അമ്മയ്ക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ, നിന്നെ മോളെ പോലെയാണ് കരുതുന്നത്, എടോ എൻ്റെ ബ്രദറിന് നീ പെങ്ങളെ പോലെയാണ്. അല്ലെങ്കിൽ എൻ്റെ ബ്രദർ എപ്പോഴും പറയും, എൻ്റെ അപ്പൻ എപ്പോഴും പറയും നിന്നെപ്പോലെ ഒരു മകൻ ഉണ്ടായില്ലല്ലോ എന്ന് എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രദർ കിട്ടിയില്ലല്ലോ എന്ന് ഞങ്ങളുടെ സിസ്റ്റർ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹൈ ആക്കുകയും ചെയ്യും ഇവർ കേട്ടോ. എന്നിട്ട് നമ്മളെ വീട്ടിൽ വിളിക്കും, നമ്മളെ ഊണ് തരും, നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ നല്ല പ്രസന്റ് ഒക്കെ തരും, നമ്മളെ ഹാപ്പിയൊക്കെ നിർത്തിയും ഇവർ ചെയ്യും കേട്ടോ. അതല്ലാതെ ചെയ്യത്തില്ല. പക്ഷെ എന്തിനാ നിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ അവരുടെ ആ ഇതിന് വേണ്ടിയിട്ട്, അവരുടെ ആ വിക്ടിം ഫീലിങ്ങിന് കിട്ടിനെ അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് അതിനെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ തിങ്ക് ചെയ്യുന്നത് ഐ എം എൻടൈറ്റിൽഡ് ടു ബി ട്രീറ്റഡ് ദാറ്റ് വേ, എന്നെ ടേക്കൻ കെയർ ഓഫ് ചെയ്യണം, എൻ്റെ ഫീലിങ്ങിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് എപ്പോഴും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണ്, നമ്മൾ സാധാരണ ഒരാൾ ഇപ്പം നമുക്ക് തോന്നുവാണ് ഇത് എപ്പോഴും ഇവൾ ഈ വിക്ടിം പറഞ്ഞുകൊണ്ട് നടക്കുവാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളിപ്പം ഇമോഷന് പകരം ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്. അപ്പം സാധാരണ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്ട്രാറ്റജി ഒക്കെ വിട്ട് നമ്മൾ ഇമോഷൻ എന്ന് പറയും. അപ്പോൾ ഇയാൾ ഒരു കുറച്ച് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ പറയണേടോ നീ എപ്പോഴും ഇങ്ങനെ, നിനക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളല്ലേ, നീ ഒരു കാര്യം ചെയ്യുക, ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലറെയോ ഒക്കെ കണ്ട് ഇതൊന്ന് മാറ്റിയെടുക്കുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ എപ്പോഴും ഇങ്ങനെ ഹെൽപ്പ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേനും നിനക്കും അത് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ എന്നെങ്ങാനും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആൻറ്റിനാസ് എല്ലാം ടക്ക് 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 എന്നാവും. എന്നിട്ട് അവർ ഹെൽപ്പ് സീക്കാനല്ല പോവുക, അവരുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം എൻ്റെ ഒരു ഡോറ് ക്ലോസ് ആയി, ഇവിടെ എനിക്കിനി ഇതില്ല, എനിക്ക് ഈ ഡോറ് ക്ലോസ് ആയി, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് നമ്മൾ നിനക്ക് അങ്ങനെ തോന്നിയോ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ, പിന്നെ നമ്മളെ അങ്ങോട്ട് ഗിൽ ട്രിപ്പിൻ്റെ അങ്ങേയറ്റത്തെ ആക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇതിനകത്ത് കിടന്നിട്ട്, നമുക്കിത് മനസ്സിലാകത്തുമില്ല പെട്ടെന്ന് ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. ഇനി ഇത് ഞാൻ ആ ഫ്രണ്ട്സിൻ്റെ രീതി പറഞ്ഞു. ഇനി വീട്ടിൽ സാധാരണ സംഭവിക്കുകയാണ്, ഒരു ഫാദർ കുട്ടിയോട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇവരിങ്ങനെ പറയും, ഭാര്യയാണെങ്കിലും ഭർത്താവായാലും മക്കളാണെങ്കിലും ഒക്കെ ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ളവർ, ഇപ്പോൾ ഭർത്താവാണ് നാർസിസിസ്റ്റ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് ഈ വിക്ടിമിൻ്റെ ബിലീഫ് ഉള്ള നാർസിസിസ്റ്റ് എങ്കിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കിങ്ങനെ പ്രശ്നമാണ്. എനിക്ക് ചില പേരൻസ് ഇങ്ങനെ പറയും, ചെറുപ്പകാലത്ത് എനിക്ക് അങ്ങനെയാകാൻ താല്പര്യമായിരുന്നു, ഇങ്ങനെയാകാൻ താല്പര്യമായിരുന്നു, എന്നെ വീട്ടുകാരെ സമ്മതിച്ചില്ല, എന്നെ നാട്ടുകാരെ സമ്മതിച്ചില്ല, എനിക്ക് കോളേജിൽ നിന്ന് അങ്ങനെ എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ വന്നു, ഇങ്ങനെ ചെയ്തു അങ്ങനെ വന്നു, ഞാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നു. ഈ ഭയങ്കര സോഫ്റ്റ് സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾക്ക് എന്ത് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഓവർലി റെസ്പോൺസിബിൾ, ഐ ആം ഒബ്ലൈസ്ഡ് ടു മേക്ക് മൈ പേരൻസ് പ്രൗഡ്,
പേരൻസിനെ സക്സസ് ആക്കുക. പേരൻസ് എവിടെയാണോ വിക്ടിമായ അവിടെ അയാളെ ഹീറോ ആക്കി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അതായത് എനിക്ക് ജില്ലാ കളക്ടർ ആകണം, ഞാൻ കളക്ടർ ആയേനെ, അല്ലെങ്കിൽ ഞാൻ ഒരു ലെവലിൽ എത്തിയേനെ, പക്ഷേ ഇതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള, അപ്പോൾ അവരുടെ വിക്ടിമാണ്. അവർ ശരിക്കും ബിലീവ് ചെയ്യാം കേട്ടോ ഒരു വിക്ടിമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഫീൽ ചെയ്യും ഞാൻ അങ്ങനെ ആക്കിയിട്ട് അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ള ഫീലിങ്ങിലൊക്കെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇവർക്ക് പ്രഷർ കയറും. ഇതും ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വിക്ടിംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മുടെ ഈ സോപ്പ് സ്റ്റോറിയിലേക്ക് അവർ കയറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു ഹീറോയിക് ഇമേജ് ഭയങ്കര, നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടമാണ്. അതിനാണ് നമ്മൾ ഹീറോയിക് ഇമേജ് എന്ന് പറയുന്നത്. അത് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കയറുന്നത്. പക്ഷെ നമ്മുടെ വിക്ടിം ഒരിക്കലും റിയലൈസ് ചെയ്യുന്നില്ല, അവർ യൂസ് ചെയ്യപ്പെടുകയാണ്. ഇതിനകത്ത് അബ്യൂസ് അല്ല, ഇതിനകത്ത് മിസ്യൂസും അല്ല, ഇതിനകത്ത് യൂസ് ആണ്. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഡ്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യും, നമ്മൾ ഡെവാസ്റ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഗിൽട്ടും, നമ്മൾ സെൽഫ് ബ്ലെയിമിങ് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഓഫ് ഒബ്ലൈജ്ഡ് ആവും. നമ്മളെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതി വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ചില കേസസ് എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആ ഡ്രാമ ട്രയാങ്കിൾ ഒന്ന് എടുത്താൽ മതി. നമ്മുടെ ലൈഫിൽ എല്ലാവരും നമ്മൾ എല്ലാം ഡ്രാമയാണ് ഇടൂ. നമ്മുടെ ലൈഫിൽ ഒരു വില്ലൻ, ഒരു വിക്ടിം, ഒരു ഹീറോ, ഈ രീതിക്കാണ് നമ്മുടെ എല്ലാ ലൈഫ് പോകുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു റോളാണ് വില്ലനാകുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നോ പറയാൻ മടിക്കുന്നത്. മറ്റേത് വിക്ടിമായി കഴിഞ്ഞതൊന്നും നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ചില സമയത്താവും. പക്ഷെ ഹീറോ ആകാൻ എല്ലാവർക്കും ഇഷ്ടം. മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഒരിക്കലും ഹീറോ എന്നുള്ളത് സ്വയമായിട്ട് ഏറ്റെടുക്കാൻ ഇടയാകരുത്. ഒരാൾ നമ്മളോട് ഹെൽപ്പ് ചോദിച്ചാൽ പോലും ജെനുവിൻ ആണെങ്കിൽ മാത്രം, ആ ഹെൽപ്പ് അയാൾ അർഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ചെയ്തു കൊടുക്കാൻ കുഴപ്പമില്ല എന്നുണ്ട്. എന്നെ ഡ്രെയിൻ ചെയ്ത് ഞാൻ ഒരിക്കലും ഒരാളെയും ഹെൽപ്പ് ചെയ്യരുത്. നിങ്ങളോട് ഒരാൾ സഹായം ചോദിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അയാൾക്ക് ചെയ്യാതിരിക്കരുത് എന്നേ ഉള്ളൂ. അപ്പം നമ്മളെ ഓവർലി ഇതാക്കിക്കൊണ്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഹീറോ കളിക്കാനായിട്ട് പോകുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യർക്കും ദൈവം ബുദ്ധിയും ശക്തിയും കഴിവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. നമുക്ക് വേണേ അവർക്ക് ചില സജഷൻസ് കൊടുക്കാം, എന്നിട്ട് നമുക്ക് അവരോട് അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ട് പറയാം. അതല്ലാതെ ഹീറോ കളിക്കാൻ പോകരുത്. എന്നിട്ട് നമ്മൾ വില്ലനാകാനായിട്ടുള്ളത് വില്ലനാകുക തന്നെ ചെയ്യണം, വളരെ അസേർട്ടീവായിട്ട്. അതായത് അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്, ഓക്കെ ഐ റെസ്പെക്ട് യു, ബട്ട് ഹൗവർ ഇതാണ് എനിക്ക് പ്രശ്നം, എനിക്കിത് മുമ്പോട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറയുക. കാരണം പലപ്പോഴും നമ്മൾ ഹീറോ ആകാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വില്ലനോ വിക്ടിമോ ആവും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഞാൻ ഒരാൾക്ക് സഹായം ചെയ്യാൻ പോകുമ്പോൾ ജെന്യുവിൻലി അയാൾക്ക് സഹായം ആവശ്യമുണ്ടോ, അതോ നമ്മളെ അയാൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇത് നമ്മളൊന്ന് നോക്കിയിട്ട് വില്ലനാകേണ്ടടുത്ത് വില്ലനാകുക, കാര്യങ്ങൾ പറയേണ്ടടുത്ത് നോ പറയേണ്ടടുത്ത് കറക്റ്റായിട്ട് പറയുക. ഇതാണ് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അതുപോലെ നമ്മുടെ ബൗണ്ടറീസ് ഏറ്റവും നന്നായിട്ട് സെറ്റ് ചെയ്യുക, ആളുകളെ തിരിച്ചറിയുക, ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ യൂസ് ചെയ്യാതെ, മിസ്യൂസ് ചെയ്യാതെ, അബ്യൂസ് ചെയ്യപ്പെടാതെ ജീവിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് എല്ലാവർക്കും നല്ല പീസ്ഫുള്ളായിട്ട്, ഹാപ്പി ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.